ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന്റെ മൂന്നാമത്തെ ഒരു മൊഡ്യൂളില് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കോഴ്സ് ഔട്ട്കം 3 പ്രകാരം പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കോഴ്സ് ഔട്ട്കം 3ലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് മൊഡ്യൂൾ 3ലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, FM ആൻഡ് HM അഥവാ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾ പ്യുവർലി ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ, നാലാമത്തെ മൊഡ്യൂൾ ആക്ച്വലി ഹൈഡ്രോളിക് മെഷീൻസുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്യുവർലി വരുന്നത് ടർബൈൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാലാമത്തെ മൊഡ്യൂളിലാവട്ടെ പമ്പ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും വരുന്ന ഓരോരോ കാര്യങ്ങളിൽ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്നുള്ളതാണ് ഈ മൊഡ്യൂളിന്റെ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഇപ്പൊ നമ്മളൊരു ടർബൈനകത്തേക്ക് നമ്മൾ ഒരു വാട്ടർ ജെറ്റ് വന്ന് എക്സേർട്ട് ചെയ്യുന്ന സമയത്താണ് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ജെറ്റ് നമ്മൾ വെർട്ടിക്കലായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഇരിക്കുന്ന സമയത്ത്, ടർബൈൻ ബക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് വെർട്ടിക്കലായിട്ട് വന്ന് ഇമ്പാക്ട് ഒരു സ്ട്രൈക്കിംഗ് ചെയ്താൽ അതിൽ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ആവുന്നുണ്ട്, അതല്ലെങ്കിൽ അത് വെർട്ടിക്കലാക്കി വെച്ചാൽ എങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ആക്കി വെച്ചാൽ എങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ രീതിയിലും ജെറ്റിന്റെ സ്ട്രൈക്കിംഗ് കാരണം എത്രത്തോളം ഫോഴ്സ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്, അതിൽ എത്രത്തോളം വർക്ക് ഡൺ ക്രിയേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിൽ പഠിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പഠിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നുള്ളത്. അപ്പൊ ആ ഡിഫറെന്റ് ആയിട്ടുള്ള പവർ പ്ലാന്റിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ടർബൈൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആക്ച്വലി നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടർബൈൻ ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും 3 ടർബൈൻസിലാണ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും വർക്കിംഗ് ഒക്കെ പഠിക്കുന്നത്. പക്ഷെ അതിനെ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തതെന്നുള്ളത് അതിന്റെ ടൈപ്സ് ഓഫ് ടർബൈൻസ് പഠിക്കുന്ന ഏരിയയിലാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ടർബൈൻസ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെ വർക്കിംഗ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ സിമ്പിൾ കാൽക്കുലേഷൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഹൈഡ്രോളിക് മെഷീൻസുമായി ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളാണ് മൂന്നാമത്തെ മൊഡ്യൂള്. ഈ ഹൈഡ്രോളിക് മെഷീൻസിൽ തന്നെ പ്രധാനമായിട്ടും ടർബൈൻസ് ആൻഡ് റിലേറ്റഡ് തിങ്സ് ആണ് നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് 1 by 1 ആയിട്ട് പഠിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ഇതിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 1-2 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് എക്സൈറ്റഡ് ബൈ എ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലെയിനകത്തേക്ക് ഒരു ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പെൻസ്റ്റോക്ക്, അല്ലെ, പെൻസ്റ്റോക്കിന്റെ സൈഡിൽ ന്യൂസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൈപ്പിനകത്ത് നിന്നും എന്താണ് ഹൈ ഫോഴ്സിലാണ് എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ജെറ്റ് ഓഫ് വാട്ടർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാട്ടർ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റിനകത്ത്, നമ്മളിപ്പോ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഈ പ്ലേറ്റിനകത്ത് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പഠിക്കുന്നത്, ഇവിടെ ഈ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് FX, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓഫ് എക്സ്, അല്ലെ, എക്സ് ഡയറക്ഷനിലുള്ള ആ ഒരു ഫോഴ്സ് എത്രത്തോളം ആണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, ഓരോ സെക്കൻഡിലും എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് ഇൻറ്റു വെലോസിറ്റി ചേഞ്ച് എത്ര എന്നുള്ളത് എഴുതാൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ വെലോസിറ്റി ചേഞ്ച് ആക്ച്വലി വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് എന്ന് ഇവിടെ പറയാനില്ല. കാരണം ഇതിനകത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്ര ആണോ അത് തന്നെയാണ് ഇതിന്റെ വെലോസിറ്റി, അല്ലെങ്കിൽ ഇതിന് ഫൈനലായിട്ട് മറ്റൊരു വെലോസിറ്റി ഇതിനകത്ത് ഇല്ല. ഫൈനൽ വെലോസിറ്റി 0 ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്നുള്ളതിനെ നമ്മൾ ρAv എന്നൊരു ടേം ആക്കി എടുക്കാം, അല്ലെ, അതിന്റെ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആക്കിയിട്ട് നമ്മൾ അത് എടുക്കാം. ദെൻ ആ ഒരു ഇവിടെ വോളിയം ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആക്കി പരിഗണിക്കുന്ന സമയത്ത്
ഫൈനൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. കാരണം y ഡയറക്ഷനിൽ എന്തില്ല, ആക്ച്വലി അവിടെ ഒരു വെലോസിറ്റി ഫോം ചെയ്യുന്നില്ല. x ഡയറക്ഷനിൽ മാത്രമേ അതിന്റെ ആ ഒരു വെലോസിറ്റി ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എഫ് എക്സ് എന്ന് പറയുന്നത് ഫോഴ്സ് അറ്റ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റോ എ വി സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പൊ ഈ റോ എ വി സ്ക്വയർ എന്നുള്ളതാണ് വെർട്ടിക്കൽ പ്ലെയിന് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ അതിന്റെ മോഷൻ ആയിട്ടുള്ള ഒരു കേസ് വന്നാലും ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിലും അതല്ല കർവ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ ആണ് വരുന്നത് എങ്കിലും എങ്ങനെയാണ് അതിന്റെ ഫോഴ്സിന്റെ ഡെറിവേഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഓരോ കേസിലും എന്താണ് എഫ് എക്സ് എഫ് വൈയും വന്നിട്ട് അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു വെർട്ടിക്കൽ കേസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. കർവ്ഡ് ഷേപ്പും അതേപോലെ ഇൻക്ലൈൻഡ് ഷേപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഇത്തരം പ്ലേറ്റ്സിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം ഈ ഒരു ഫിഗർ ഒന്ന് വരച്ചു വെക്കുക, റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ. അപ്പൊ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും വാട്ടറിന്റെ അല്ലെ, വാട്ടർ എന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ എനർജി സ്റ്റോറിങ് എന്ത് ചെയ്യാണ്, ഒരു ടർബൈനിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ, ഫിഗർ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാം ഉണ്ട് അല്ലെ, ആ ഡാമിനകത്ത് ഒരു റിസർവോയർ വന്നിട്ടുണ്ട്. ആ റിസർവോയറിലാണ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ റിസർവോയറിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പെൻസ്റ്റോക്കിലൂടെ ഒരു ഗേറ്റ് വാൽവ് കണക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡാമിലെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ ഗേറ്റ് വാൽവ് ഓപ്പൺ ആക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ വാട്ടർ നേരെ ഈ ഒരു പെൻസ്റ്റോക്കിനകത്തേക്ക് എൻ്റർ ആവുന്നത്. അങ്ങനെ ഈ വാട്ടർ പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന ഈ സ്റ്റീൽ പൈപ്സ് ആണ് അല്ലെ, ഹ്യൂജ് സ്റ്റീൽ പൈപ്സ് ആണ് പെൻസ്റ്റോക്ക് എന്നുള്ള പേരിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പെൻസ്റ്റോക്കിനകത്ത് കൂടെ വാട്ടർ നേരെ വന്നിട്ട് എവിടത്തേക്കാണ് ചാടുന്നത്, നേരെ ഹൈഡ്രോളിക് ടർബൈൻസിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പൊ ഈ ഒരു പ്രഷറിൽ നോസിലിനകത്ത് കൂടെ ഹൈഡ്രോളിക് ടർബൈനിനകത്ത് വീഴുന്ന സമയത്ത് ആ ഒരു വെയിൻസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയും, അപ്പൊ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കാരണത്താൽ ഇവിടെ ജനറേറ്റർ ഇവിടെ വർക്ക് ചെയ്യുകയും, ആ ജനറേറ്റർ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടത്തേക്ക് ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ആ പവറാണ് പിന്നീട് ട്രാൻസ്മിഷൻ നടത്തി പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഈ വാട്ടർ നേരെ ഇവിടെ വന്ന് ടർബൈനിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ നേരെ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അടുത്ത ഒരു കേസിലേക്കാണ് അത് ഫ്രീയാക്കി വിടുന്നത് അല്ലെ, ആ സബ് റീജിയൻ ഏതാണോ അവിടത്തേക്കാണ് വിടുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലെ, അപ്പൊ നമ്മൾ 7 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടെയാണത്. അപ്പൊ ഇതിന്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വരുന്നതാണ്. പക്ഷെ അതിന്റെ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ എഴുതാനും വരയ്ക്കാനും പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പൊ ഈ പെൻസ്റ്റോക്കിന് സപ്പോർട്ട് ചെയ്തതായിരുന്ന ആങ്കേഴ്സ് എന്നിവിടെ മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓരോന്നും ഭാഗങ്ങളുടെ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് എഴുതാം. അതേപോലെ ഫിഗർ വരച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ ഹൈഡ്രോളിക് ടർബൈൻസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഹൈഡ്രോളിക് ടർബൈൻസ് എന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ക്രൈറ്റീരിയ പ്രകാരമാണ് എന്നും നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒറ്റ ക്രൈറ്റീരിയ പ്രകാരമല്ല ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാം, അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാട്ടർ അറ്റ് ഇൻലെറ്റ്. ഇൻലെറ്റിലെ വാട്ടർ ആ ഒരു എനർജി പ്രകാരം നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നും പറഞ്ഞിട്ടുണ്ട്. നാച്ചർ ഓഫ് എനർജി ആണ് അല്ലെ, ഇൻലെറ്റിൽ ഉണ്ടാകുന്ന നാച്ചർ ഓഫ് എനർജി പ്രകാരം ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു കേസ്, അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ റണ്ണർ. അപ്പോൾ വാട്ടർ വന്നിട്ട് നമ്മൾ ആ റണ്ണറിലേക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ച് ടാൻജൻഷ്യൽ ഫ്ലോ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ പറഞ്ഞു, അതേപോലെ നാച്ചർ ഓഫ് എനർജി പറഞ്ഞു. അപ്പോൾ ടാൻജൻഷ്യൽ ഫ്ലോ ഉണ്ട്, റേഡിയൽ ഫ്ലോ ഉണ്ട്, ആക്സിയൽ ഫ്ലോ ഉണ്ട്, മിക്സഡ് ഫ്ലോ ഉണ്ട്. ഇത് ഓരോന്നും ഏതൊക്കെ ടർബൈൻസ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു ദ ഹെഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് ഇൻലെറ്റ്. അപ്പൊ ഇൻലെറ്റിൽ വാട്ടർ അവൈലബിൾ ആവുന്നതനുസരിച്ച് ഹൈ ഹെഡ് ടർബൈൻ, മീഡിയം ഹെഡ് ടർബൈൻ ആൻഡ് ലോ ഹെഡ് ടർബൈൻ എന്നുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈ ഹെഡിന് എക്സാമ്പിൾ ആണ് ഇമ്പൾസ് ടർബൈൻ ആയിട്ടുള്ള പെൽട്ടൺ വീലൊക്കെ. മീഡിയം ഹെഡിനാണ് ഫ്രാൻസിസ്, ലോ ഹെഡ് ആണ് കപ്ലാൻ. ദെൻ അക്കോർഡിംഗ് ടു ദ ഡിസ്പോസിഷൻ ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ
ആ ഒരു പ്ലേസ്മെന്റിനനുസരിച്ച് ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ടർബൈനും വെർട്ടിക്കൽ ഷാഫ്റ്റ് ടർബൈനും അക്കോർഡിംഗ് ടു ദ നെയിം ഓഫ് ഒറിജിനേറ്റർ, ഇതിന്റെ ഒറിജിനേറ്ററിന്റെ നെയിമിനനുസരിച്ചാണ് പെൽട്ടൺ വീല്, ഫ്രാൻസിസ് കപ്ലാൻ എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ ടർബൈൻ, അപ്പൊ ആ സ്പെസിഫിക് സ്പീഡിനനുസരിച്ച് ലോ സ്പെസിഫിക് സ്പീഡ്, ഹൈ സ്പെസിഫിക്, മീഡിയം സ്പെസിഫിക് സ്പീഡ്, ഹൈ സ്പെസിഫിക് സ്പീഡ്, ഇങ്ങനെ സ്പെസിഫിക് സ്പീഡിനനുസരിച്ച് നമ്മൾ ഇത്തരത്തിലൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ രീതിയിലും നമ്മൾ ഏതൊക്കെ ക്രൈറ്റീരിയയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കുക, അത് പ്രകാരം പേരുകൾ എഴുതി വെക്കാൻ കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ടർബൈനാണ് പെൽട്ടൺ വീൽ അഥവാ ഇമ്പൾസ് ടർബൈൻ ആയിട്ടുള്ള പെൽട്ടൺ വീൽ. അപ്പൊ ഇമ്പൾസ് ടർബൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസ് ഫോഴ്സ് കാരണമാണ് ആ റൊട്ടേഷൻ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യം ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. നമ്മളൊരു പെൻസ്റ്റോക്കിനകത്തുനിന്ന് ഒരു നോസിലേക്ക് കണക്ട് ചെയ്ത് ആ നോസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ജെറ്റ് ഓഫ് വാട്ടർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്തിലേക്കാണ്? ബക്കറ്റ്സിലേക്കാണ് അല്ലെ. പെൽട്ടൺ വീലിന്റെ, അതായത് നമ്മുടെ ഇമ്പൾസ് ടർബൈനിന്റെ ബക്കറ്റ്സിനകത്തേക്കാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഈ ബക്കറ്റ്സ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ നമ്മൾ പറയുന്നതാണ് റണ്ണർ. റണ്ണർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ റണ്ണറിന്റെ മുകളിലാണ് ബക്കറ്റ്സിനെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ റണ്ണർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ടർബൈൻ ഷാഫ്റ്റ് ആണ്. ഈ ഷാഫ്റ്റിന്റെ ഒരു എൻഡ് എന്തായിരിക്കും? അതിന്റെ ജനറേറ്ററുമായി കണക്റ്റഡ് ആയിരിക്കും എന്നർത്ഥം. അപ്പൊ ഇതിനെ ടോട്ടലി കണക്ട് ചെയ്ത ഈ ഒരു സംഭവത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് കേസിംഗ് എന്നാണ്. കേസിംഗ്. അപ്പോ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചിത്രം വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് എന്താ പ്രത്യേകിച്ച് വർക്കിംഗ് നമ്മൾ കാണാപ്പാടെ പഠിക്കേണ്ട കാര്യമില്ല. വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബക്കറ്റ്സ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അപ്പോൾ 1 by 1 ആയിട്ട് സ്ട്രൈക്കിംഗ് കിട്ടുന്നതിനനുസരിച്ച് റൊട്ടേഷൻ സ്പീഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് റണ്ണർ റൊട്ടേറ്റ് ചെയ്യുകയും അത് കാരണം ജനറേറ്റർ ഷാഫ്റ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യുകയും ജനറേറ്റർ വർക്കായി തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗങ്ങളും ചിത്രം വരയ്ക്കാനും അതേപോലെ തന്നെ വർക്കിംഗ് പഠിച്ച് തന്നെ എക്സാമിനെ അഭിമുഖീകരിക്കും. ഓക്കെ. രണ്ടാമത്തെ ഒരു ടർബൈൻ ആണ് ഫ്രാൻസിസ് ടർബൈൻ. നമ്മൾ മീഡിയം ഹെഡ് ടർബൈൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയാവുന്ന ടർബൈനും ഫ്രാൻസിസ് ടർബൈൻ തന്നെയാണ്. അപ്പൊ മീഡിയം ഹെഡഡ് ആയിട്ടുള്ള മിക്സഡ് ഫ്ലോ ആയിട്ടുള്ള ടർബൈൻ ആണ് ഫ്രാൻസിസ് എന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് മിക്സഡ് ഫ്ലോ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം വാട്ടർ കംസ് റേഡിയലി അല്ലെ. വാട്ടർ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിന് റേഡിയൽ ആയിട്ടാണ് വാട്ടർ വന്നത് എങ്കിൽ ലീവ്സ് ആക്ച്വലി ത്രൂ റണ്ണർ. അപ്പൊ ഇത് ലീവ് ചെയ്യുന്നത് എന്താക്കിയിട്ടാണ്? ആക്ച്വൽ ഡയറക്ഷനിലാണ് ഇത് ലീവ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ആയിട്ടാണ്. അപ്പൊ ഇതിലും പറഞ്ഞ പോലെ നമ്മളിപ്പോ ഷാഫ്റ്റ് അതുപോലെ നമ്മൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് പഠിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ദെൻ അതിന്റെ വർക്കിംഗ് എഴുതുക. അപ്പൊ ഇതിന്റെ കേസിൽ എന്ത് തന്നെയാണ്? ഒരു ഷാഫ്റ്റ് അല്ലെ, ടർബൈൻ ഷാഫ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്രോൾ കേസിംഗ് ഉണ്ട്. സ്ക്രോൾ കേസിംഗ്. ആ കേസിങ്ങിനകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഇൻലെറ്റ് ആയി വരുന്നത്. എന്നിട്ട് അതിനകത്ത് നിന്ന് എവിടത്തേക്ക് ചാടുകയാണ്? ഈ ഒരു റണ്ണറിനകത്ത് കൂടെ നമ്മുടെ ഈ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട്, ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വെള്ളം വീഴുന്നത്. അപ്പൊ ഈ ഒരു കറക്കത്തിനിടയിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് താഴോട്ട് വരികയും ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇമ്പൾസ് ടർബൈൻ ഇല്ലാതിരുന്നതും ഈ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും കാണുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പൊ ആ ഒരു ഭാഗം കൂടെ ഇതിനകത്ത് കറക്റ്റ് വരച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഫിഗർ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫിഗർ വരച്ച് അതിന്റെ വർക്കിംഗ് എഴുതുക, അതുപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ കപ്ലാൻ ടർബൈൻ. ഈ കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ലോ ഹെഡ് ടർബൈൻ എന്നുള്ളത്. ലോ ഹെഡ് ടർബൈൻ ആണ് ആക്ച്വലി കപ്ലാൻ ടർബൈൻ. മാത്രമല്ല ഇറ്റ് ഈസ് ആൻ ആക്ഷ്യൽ ഫ്ലോ ടർബൈൻ. ഇതൊരു ആക്ഷ്യൽ ഫ്ലോ ടർബൈൻ കൂടെയാണ്. അപ്പോൾ ആ കപ്ലാൻ ടർബൈൻ്റെ കേസിൽ 2 പോയിന്റ് നമ്മൾ ആദ്യം പറയാണ്. ഇതൊരു ലോ ഹെഡ് ടർബൈൻ ആണ്, മാത്രമല്ല ഇതൊരു ആക്ഷ്യൽ ഫ്ലോ ടർബൈനുമാണ്. നമ്മൾ ഫ്രാൻസിസ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ സ്ക്രോൾ കേസിംഗ് വരുന്നുണ്ട്, ഗൈഡ് വെയിൻസ് ഉണ്ട്, ഷാഫ്റ്റ് വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ട്. അപ്പൊ ആ ബോസിനകത്തേക്ക് എന്ത് വരുന്നുണ്ട്? ആ ഒരു പ്രഷർ വരുന്നതിനനുസരിച്ച് അതിൽ നിന്നുമാണ് നമ്മുടെ വാട്ടർ ഡ്രാഫ്റ്റ് ട്യൂബിനകത്തേക്ക് ലീവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഡ്രാഫ്റ്റ് ട്യൂബിനകത്തേക്കാണ് അകത്തൂടെയാണ് ഇത് ലീവ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോ ഹെഡ് ടർബൈൻ ആണ്, അതുപോലെ തന്നെ ആക്ഷ്യൽ ഫ്ലോ ടർബൈൻ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, ഭാഗങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഫിഗറൊക്കെ നീറ്റാക്കി വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ടർബൈൻസിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അതിന്റെ വർക്കിങ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ എഫിഷ്യൻസീസിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ എഫിഷ്യൻസീസ് ഏതൊക്കെയാണ് എന്നും അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പ്രോബ്ലംസ് ഒക്കെ ഒരു പക്ഷേ വരികയാണെങ്കിൽ ഒന്നുകിൽ ആ ഒരു പോർഷൻ എഫിഷ്യൻസീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ കേസിലും ഇതിനകത്ത് പ്രോബ്ലംസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് പഠിച്ച് തന്നെ എക്സാമിനെ ഡീൽ ചെയ്യാം. ഓക്കെ.